ഹലോ ജിമിൻ എഫ് എം. ആ ആ എന്താ ഇപ്പൊ നിങ്ങക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നിന്റെ ഈ പറഞ്ഞ ചാറ്റ് ഇതിനെ കുറിച്ച് പറയാനുള്ള ചാറ്റ് കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് സംഭവം. ഈ പറഞ്ഞ പോലെ RP അവരാതെന്ന് പറഞ്ഞതിൽ ഈ പറഞ്ഞ പോലെ എലീന എന്ന് പറഞ്ഞ് സ്ട്രീം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളെ കുറിച്ച് ഫാൽക്കൺ ഒരു മോശമായ രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഉള്ള പ്രോബ്ലം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. അപ്പം ബാക്കി പറഞ്ഞോളൂ ഫാൽക്കൺ. അത് തന്നെ. കാരണം ലൈക്ക് അത് ഉള്ളതാണോ ഇല്ലാത്തയാണോ എന്നുള്ള കാര്യം എനിക്ക് പോലും ഉറപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ ഗ്രൂപ്പിനകത്തുണ്ട്. ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ഗ്രൂപ്പിനകത്തുള്ളതുകൊണ്ട് നമ്മൾ പല കാര്യത്തിലും ചാറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ പക്ഷെ എനിക്ക് അതിൽ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഇനി മേ ബി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ സോറി പറയാം. കാരണം എനിക്കിപ്പോഴും എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ്. കാരണം അതിനകത്ത് ആകെ ടൈം മാത്രമേ അതിനകത്ത് കാണിക്കുന്നുള്ളൂ. ആ ഒരു ഫോട്ടോയ്ക്കകത്ത് മനസ്സിലായ വേറെ ഒന്നും ഇല്ല. അതിൻ്റെ ചിലപ്പോൾ അങ്ങനെ എന്തുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുകളിലോ അല്ല താഴെയായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചാറ്റ് ഉണ്ടാവും. പിന്നെ അത് ഏത് ഗ്രൂപ്പിനകത്ത് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ടെക്സസ് ഗ്രൂപ്പിനകത്തൊക്കെ ഞാൻ നോക്കി, ഉള്ള ഗ്രൂപ്പിനകത്തൊക്കെ ഞാൻ നോക്കി. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ചാറ്റും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഇനിയിപ്പം കേവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കേവിടെ ഗ്രൂപ്പിനകത്ത് ആക്ച്വലി ഇല്ല. ഞാൻ കേവിടെ ഗ്രൂപ്പിലാണെങ്കിൽ ഞാനത് പറയാൻ ചാൻസ് ഇല്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതാണ് എന്നോട്. എൻ്റെ വിശ്വാസം ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. കാരണം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബൈ മിസ്റ്റേക്ക് ആ ഒരു സമയത്ത് തന്നെ ട്രിഗറിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. പക്ഷെ എനിക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഗ്യാങ്ങിന്ന് കളഞ്ഞോണ്ടെന്ന് എനിക്ക് വിഷയമില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ചാറ്റും ഞാൻ ഇതിന്റെ എൻ്റെ ഒരു ലാസ്റ്റ് ഡിസിഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ ആസ് എ ലീഡർ ഞാൻ ഓൾറെഡി ലീഡർ സ്ഥാനം കഴിഞ്ഞു. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളെ അഭിപ്രായം പറ. മാക്ക് ഒരാളായിട്ട് നിങ്ങൾ എന്താന്ന് തോന്നുന്നുള്ള അഭിപ്രായം പറ. മാക്ക് രാജുഭായ് ഷെയ്ഖ് പറഞ്ഞോളൂ. ഹലോ കേക്കാം. ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നു. ലൈക്ക് ഡിസിഷൻ എല്ലാവരും എന്ത് ഡിസിഷൻ എടുക്കുന്നത് നോക്കുന്നുണ്ട്. നമ്മളിപ്പം ലൈക്ക് ഇങ്ങനത്തെ ഒരു സാധനം വന്നു. ഫസ്റ്റ് ഞാൻ കുറെ ലേറ്റ് ആയിട്ടാണ് കണ്ടത്. ഞാൻ അത് കണ്ടു. അപ്പൊ തന്നെ ഞാൻ ശരിക്കും വിളിച്ച് കാര്യം പറഞ്ഞു. ലൈക്ക് ഇത് ഉള്ള ഒരു ലൈക്ക് ഇത് സംഭവം ഇപ്പം ഞാൻ പറഞ്ഞുതരാം. മെയിൻലി ഇതിന്റെ മെയിൻ ഫാക്ടർ ഞാൻ ഇത് പറഞ്ഞ് ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്ക്. ഈ ഒരു സ്ക്രീൻഷോട്ടിന്റെ ഒരു സംഭവമാണ് വന്നേക്കുന്നത്. ഇത് ഉള്ളതാണ്. ലൈക്ക് ഇങ്ങനെ ഒരു അലിഗേഷൻ, അതായത് ഒരു പെൺകുട്ടിയുടെ നേരെ വന്നേക്കുന്ന ഒരു അലിഗേഷൻ എന്ന രീതിയിൽ വെച്ച് നോക്കുമ്പം സ്പോട്ടിൽ നമ്മൾ ആക്ഷൻ എടുത്തതിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരാം. കാരണം ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ലൈക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഉണ്ട് എന്നൊന്നൊക്കെ അവൻ തന്നെ ഇപ്പൊ പറയുന്നത് അവൻ തന്നെ ഉറപ്പില്ല. അതിപ്പോ ആ പേജിലെ ആൾക്കാർ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്റ്റോറിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ബട്ട് നമ്മുടെ MRCയുടെ ഭാഗത്തുനിന്ന് ഈ ഡിസിഷൻ എടുത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇത് നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു കാര്യം. ബാക്കി അവൻ പ്രൂവ് ചെയ്യുക. അവൻ ഇന്നസെന്റ് ആണെങ്കിൽ ലെറ്റ് ഹിം പ്രൂവ് ഹിംസെൽഫ്. അവനെ തന്നെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കട്ടെ. അവനെ പ്രൂവ് ചെയ്തിട്ട് അവൻ ഇന്നസെന്റ് ആണ് എന്ന് തെളിയിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലൈക്ക് ഫ്രം MRC സൈഡ് നമ്മൾ ഈ ഡിസിഷൻ എടുത്തത് ലൈക്ക് അശ്വിൻ ചേട്ടൻ അടക്കം നമ്മളിപ്പോൾ സംസാരിക്കുകയായിരുന്നു. അശ്വിൻ ചേട്ടൻ ഡയറക്ട്ലി പറഞ്ഞാണ് ഈ ഡിസിഷൻ എടുക്കണം. നമ്മളും അത് അപ്പം തന്നെ ലൈക്ക് അത് കണ്ടു. അത് ലൈക്ക് അത് വെച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അല്ല. കാരണം ഇത് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ലൈക്ക് സോ നമ്മൾ അതിന് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ആള് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കട്ടെ. അപ്പൊ നമുക്കതേ പറയാൻ പറ്റുള്ളൂ. അല്ല പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച ഒരു അന്വേഷണം അല്ല പറഞ്ഞു. ഞാൻ പ്രൂവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ എന്തായാലും എന്നെ കളഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ള ചാറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരായിട്ട് എന്നെ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ എന്റെ ഒരു മിനിറ്റ് ഷമീറ ഒരു മിനിറ്റ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇപ്പൊ എന്നോട് അഭിപ്രായം ചോദിച്ചില്ല. ഞാൻ എന്തുകൊണ്ട് ഈ ഡിസിഷൻ എടുത്തു എന്തുകൊണ്ട് ഈ ഡിസിഷൻ എടുത്തു. കാരണം ഇങ്ങനത്തെ ഒരു സാധനം ആരുടെ ഭാഗത്ത് നിന്നാലും അത് ഒരിക്കലും അഫോർഡ് ചെയ്യില്ല. അതിന് ഇങ്ങനത്തെ ആക്ഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? ബാക്കി എന്താ പറയാനുള്ള എനിക്കൊന്നും പറയാല്ല. ഓക്കെ, ഞാൻ പറയട്ടെ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ പറഞ്ഞ കാര്യത്തില് ഒരു തെളിവ് വേണ്ടേ? അതായത് ഇപ്പൊ ഫാൽക്കൺ എന്ന് പറഞ്ഞാൽ നമ്മളെ 35 ആൾക്കാരിൽ നമ്മളൊരു മെമ്പറാണ്, നമ്മളൊരു ബ്രദറാണ് ഇവൻ. അപ്പൊ ഈ ബ്രദർ ഈ പറഞ്ഞ പോലെ ഇവൻ ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊരു ഉറപ്പ് വേണ്ട. ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് ഉണ്ട് എന്നുള്ള ഓക്കെ, സംഭവം സത്യം, അവന്റെ നമ്പർ ആണെന്നത് പറയുന്നുണ്ട്. പക്ഷെ ഇത് AI കൊണ്ടാവാം, ഇത് എങ്ങനെ കൊണ്ട് വേണമെങ്കിലും ആകാം. ഇത് എൻ്റെ ഡിസിഷൻ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഞാൻ ലീഡറിന് പോയിനും എൻ്റെ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒരു ഡിസിഷൻ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇതിൽ സത്യം ഉണ്ട് ഇല്ല എന്നുള്ളത് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും? ഇപ്പൊ ഈ പറഞ്ഞത് എങ്ങനെ സത്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും? ഇതിനെന്താ POV ഉള്ളത്? ഇതിനെന്താ തെളിവുള്ളത്? ഇപ്പൊ ഫാൽക്കണിന്റെ എതിരെ ഇങ്ങനെ ഇതിനു മുമ്പും ഒരു ഇത് വന്നിട്ടുണ്ട്. നമ്മൾ കൊച്ചാപ്പിനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മള്
ഈ പറഞ്ഞ പോലെ നമ്മളെ എതിര് നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമുക്ക് എനിമീസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരെയോ നോക്കിക്കൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഫാൽക്കൺ ഇത് ചെയ്തതാണെങ്കിൽ ഫാൽക്കൺ ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു മെസ്സേജ് ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ട്രീമർ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക, ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് ഗ്യാങ്ങിൽ നിന്ന് ഔട്ടാകേണ്ട കാര്യം തന്നെയാണ്. അത് ബാൻ കൊടുക്കേണ്ട പരിപാടി തന്നെയാണ്. അതിൽ യാതൊരു ഇതുമൊക്കെ. പക്ഷേ ഞാൻ പറയുന്നത് ഇതിലൊരു തെളിവ് വരണം. ഇത് കണ്ടവന്മാരെല്ലാം അവിടെ വന്നിട്ട് മറ്റെന്തോ ഇതിട്ടെന്നും സ്ക്രീൻഷോട്ട് ഇട്ടെന്നും ഇവൻ്റെ എല്ലാം കുണ്ണ കണ്ടിട്ട് നമ്മളൊരു ബ്രദറിനെ എടുത്ത് കളയുന്നതിനെ കൊണ്ട് നമുക്ക് വലിയ ഇതില്ല. മനസ്സിലായി? ഇതിലൊരു തെളിവ്, ഒരു POV അല്ലെങ്കിൽ ഇതിലൊരു സത്യാവസ്ഥ വരണം. സത്യാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം ഞാൻ ഫാൽക്കണിൻ്റെ കൂടെയാണ്. പക്ഷേ ഇതിൽ സത്യാവസ്ഥ വന്ന് ഫാൽക്കൺ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ ഞാനടക്കം ഫാൽക്കണിനെ ഒരിക്കലും കോൺടാക്റ്റും ചെയ്യില്ല. ഫാൽക്കണുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ മുറിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എല്ലാം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ തീർക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഫാൽക്കണിന്റെ എതിരെ ഇപ്പൊ നടക്കുന്ന ഈ കാര്യം ഇതിൽ സത്യം വേണം. മനസ്സിലാവും? ഇത് കണ്ട ഏതോ ടാർഗറ്റഡ് ആൾക്കാരോ ടാർഗറ്റഡ് ആയിട്ടുള്ള നമ്മൾക്കിപ്പോ ഓൾറെഡി ഒരു ഓൺഗോയിങ് കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ആര് ചെയ്തു, എന്ത് ചെയ്തു, ഇതിലൊരു POV, ഇതിലൊരു സത്യം, ഇതിലൊരു ട്രൂത്ത് വേണ്ടേ? കണ്ടവനും കടയവനും വന്ന് പറയുന്നത് നമ്മളെ ടീമിലുള്ള ഒരു ബ്രദറിനെ എടുത്ത് പുറത്താക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതെ പറഞ്ഞോ. ഇല്ലല്ല, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. കാരണം ഇത് ഒന്നാമത്തെ കാര്യം, ഇത് പണ്ടത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലല്ല. പിന്നെ ഇത് ഇട്ട ഏത് തന്തയില്ലാത്തവനായാലും ഇപ്പൊ ഇതൊരു പെങ്കൊച്ചിനും ഇപ്പൊ ഇവനും ഇത് ഇടണമെന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അന്ന് ഇടണമായിരുന്നു. മനസ്സിലായ? അന്ന് അണ്ടി താങ്ങി നിന്നിട്ട് ഇന്ന് ഇത് ഇട്ടവന്മാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ കാര്യം അറിഞ്ഞ ഉടനെ ഫാൽക്കണർ ഇപ്പം അവനെ വിളിച്ച് സംസാരിച്ച് അവന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ച് അവനെ പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് ഇട്ടവന്മാരുടെ അടുത്ത് ഞാൻ പറയാണ്, നിനക്കൊക്കെ അത്രയ്ക്ക് ഉറപ്പുണ്ട് ഫാൽക്കൺ ഇത് ചെയ്തിട്ടുണ്ടെന്ന് 100% ഇതാണെങ്കിൽ ഇതിന്റെ ബാക്കി മൊത്തം നീയൊക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞാൽ മൊത്തം ഇതിന്റെ ഫുൾ POV പുറത്തു വരണം. മനസ്സിലായ? എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവൻ ചാറ്റ് ചെയ്യണത്, ഇതിന്റെ ഇടയ്ക്കുള്ള മെസ്സേജുകൾ മൊത്തം കാര്യം ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് നീയൊക്കെ ഇൻസ്റ്റയിൽ തന്നെ ഷെയർ ഇട്ടോ. എന്തായാലും ഇത് ഇട്ടതായോളം ഇതിപ്പം കണ്ടോണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായ? ഇത് ഇട്ടേല് കുഴപ്പമില്ല. പക്ഷെ ഇത് ഇടണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് അന്ന് ചെയ്യണമായിരുന്നു. അന്ന് ഇത് ചെയ്യാത്തത് അപ്പൊ എന്തുമാർക്കൊന്നും ഉറപ്പില്ലായിരുന്ന? അല്ലെങ്കിൽ അപ്പൊ ഇതിനൊക്കെ കൂട്ടി നിന്നിട്ട് ഇപ്പം കൊണ്ട് ഇട്ടിട്ട് ഒരുത്തരം കുറ്റക്കാരനാക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഇവന്റെ കൂടെ നിന്ന എല്ലാരും കുറ്റക്കാരന്മാര് തന്നെയാണ്. മനസ്സിലായ? അപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവനെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ഇട്ടവന്മാർക്ക് ഒരു ദിവസം സമയം തരാം. നീയൊക്കെ അതിന്റെ മൊത്തം POV കാര്യങ്ങളെല്ലാം ഇത് പുറത്തുവിട്. ഇൻസ്റ്റ തന്നെ നീയൊക്കെ പുറത്തുവിട്. ഒരിക്കലും അലീനയ്ക്കെതിരായിട്ട് ഒരു അലിഗേഷൻ വന്നിട്ട് അലീനയെ സപ്പോർട്ട് ചെയ്യാതെ സംസാരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. അലീനയായിട്ട് നമ്മൾ RP കളിക്കണേണ്. നമ്മൾ ഇന്നേ വരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാൻ പറയണത് ഇത് അന്ന് ഇത് സംസാരിച്ചപ്പോ ഇത് എങ്ങനെയായാലും ഒരു 2-3 വർഷം ആവൂലേ എന്തായാലും കുറെ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായാലും അത് കുറെ കൊല്ലം കായി കാണും. അതെ, ഇത് ഇട്ടിട്ടുള്ളവന്മാര് ഇപ്പൊ ഇതെടുത്തിരുന്നവന്മാരുണ്ടല്ലോ, ഇത് മറ്റേ കുറെ അങ്ങോട്ട് റെക്കോർഡും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് എന്തെങ്കിലും പ്രയോഗിക്കാന്നും പറഞ്ഞു വെക്കണം. നീയൊക്കെ നാളെ നിന്റെ തന്തയുടെ അവിഹിതവും എടുത്തു വെക്കും. മനസ്സിലായ? നാളെ ഉപയോഗിക്കാന്നും പറഞ്ഞു. നിന്റെ അടുത്തൊക്കെയാണ് പറയണത്. നിനക്കൊക്കെ ഇത് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ ഇന്ന് ചെയ്യും. ഇല്ലെങ്കിൽ നീ നാളെ ഇതിന്റെ മൊത്തം സാധനം പുറത്തുവിട്. ഓൾറെഡി നമ്മൾ അവനെ പുറത്താക്കിയിട്ടുണ്ട്. നിന്നെയൊക്കെ കൊണ്ട് ഇത് പുറത്തുവിടാൻ പറ്റൂല. അല്ലെങ്കിൽ ഇത് നമ്മൾ ഇന്ന് വേറെ ക്രിയേറ്റ് ചെയ്തൊക്കെ നോക്കി AI വെച്ചു ഇത് പലതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പേര് മാറ്റി എന്റെ പേരിൽ ഒരാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നാളെ ഇതിന്റെ മൊത്തം സാധനങ്ങളും പുറത്തു വിട്ടോ. ആ മൊത്തം പുറത്തു വിട്ടോ. എല്ലാം അതും കൂടെ ഇനി എന്താ കാണിക്കാതെ വെച്ചേക്കണ, എടുത്തു വെച്ചേക്കണ. നാളെ ഇനി അവൻ അടുത്ത ഏതെങ്കിലും ടീമിൽ കളിക്കാൻ കയറിയിട്ട് അന്ന് പുറത്തു വിടാന്ന് പറഞ്ഞിട്ടാ? അല്ലല്ല. അപ്പൊ ഇത് പുറത്തു വിടണമെങ്കിൽ ഇതിന്റെ മൊത്തം സാധനങ്ങളും ബാക്കിയും പുറത്തു വിട്ടോ. അത്ര എനിക്ക് പറയാം. അതെ, ഈ പറഞ്ഞ പോലെ ഒരു അലിഗേഷന്റെ പേരിൽ എന്തായാലും ഒരാളെ ഇതാക്കാൻ വേണ്ടി പറ്റൂല. ഈ പറഞ്ഞ പോലെ ഇതിൽ ഒരു ഉറപ്പ് വരണം. ഇത് നമുക്ക് ഓൾറെഡി നമുക്ക് ഈ ഓൺഗോയിങ് കോൺട്രവേഴ്സി നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം വരണമെങ്കിൽ അതിൽ ഒരു ബാക്കപ്പ് ഒരു അജണ്ട എന്തായാലും ഇതിൻ്റെ പേരിലുണ്ട്. ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇതിലെ POV വരണം. ഇതിന് POV വരണം. അല്ലാണ്ട് നമ്മളെ കൂടുള്ള ഒരു മെമ്പറിനെന്നല്ല, ഒരു ബ്രദറിനെ, നമ്മളെ 35 ആൾക്കാരിൽ ഒരു ബ്രദറിനെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് ആക്ഷൻ എടുത്ത് ഇവനെ പുറത്താക്കുന്നതിന് പകരം ഇതിന്റെ സത്യം എന്താണെന്ന് അന്വേഷിച്ച് ഇതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതായത് അതിന്റെ POV ഉണ്ടെങ്കിൽ POV വന്നതിന് ശേഷമായി മാത്രമേ ഇതാക്കുന്നുള്ളൂ. അത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കാണ്ടിരിക്കുകയോ അങ്ങനത്തെ യാതൊരു പരിപാടിയല്ല.
ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിൽ സത്യം വരണം. അതായത് അലീനക്കായാലും ഇതിൽ ഉറപ്പൊന്നുമില്ല, മനസ്സിലാവും? ആർക്കായാലും ഇതിൽ ഉറപ്പില്ല ഇത് ആരാന്നുള്ളത്. ഇത് POV വന്നാലേ ഉറപ്പ് വരും. ഒരാളെ എന്തുകൊണ്ട് അവരുടെ കരിയർ ആണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും എന്തിന്റെ പേരിൽ ഒരാളെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യണം അല്ലെങ്കിൽ എന്തിന്റെ പേരിൽ ഇതാക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓൾറെഡി ഫാൽക്കണിന് ഹെയ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്, നിങ്ങൾക്കറിയാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓൾറെഡി ഹെയ്റ്റ് ഓൺഗോയിങ് ആണ്. അപ്പൊ ആ ടൈമിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം വരാനും ഈ സംഭവം ഇതിന്റെ പേരിൽ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി ലീഡർഷിപ്പ് ഞാൻ ഒഴിഞ്ഞ ആളാണ്. അപ്പൊ എനിക്ക് ഇതിൽ ഡിസിഷൻ ഒന്നും എടുക്കാനില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൂടുതലുള്ള എൻ്റെ 35 ആൾക്കാരിൽ ഒരു ബ്രദറിനെ ഇങ്ങനെ വന്ന ഒരു എലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ അവന്റെ ഭാഗത്ത് സത്യമുണ്ടോ നോക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള കുണ്ണകൾ ഏത് പൂറി മക്കളാണെങ്കിലും ഞാൻ നോക്കും, മനസ്സിലാവും? ഇവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇവന് അതിന്റെ പേരിലുള്ള ആക്ഷൻസും കാര്യങ്ങളും എടുക്കണം. അല്ലാതെ ചുമ്മാ കണ്ടവനും ഇവനും എടുത്തിട്ടതിന്റെ പേരിൽ ആക്ഷൻ എടുക്കുന്നതിനോടുകൂടി എനിക്ക് യാതൊരു യോജിപ്പില്ല. അതേ ഒരിക്കലും ഫാൽക്കണെ തിരിച്ചെടുക്കൂലെന്ന് പറഞ്ഞിട്ടല്ല ഫാൽക്കണെ പുറത്താക്കിയത്. ഫാൽക്കൺ ഇതിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഫാൽക്കന്റെ അടുത്തും കൂടെ ഒപ്പീനിയൻ ചോദിച്ചിട്ടാണ് പുറത്താക്കിയത്, അല്ലേ ഫാൽക്കൺ? ചോദിച്ചിട്ട് പുറത്താക്കിയപ്പോഴത്തേക്ക് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞ്, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നീ അല്ല, നീ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് നിനക്ക് തെളിയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ തെളിയിക്കാൻ നോക്ക്. അതുവരെ പുറത്ത് നിന്ന്, കാരണം ആദ്യമേ നീ പുറത്ത് നിന്നില്ല. കാരണം ഇതിന്റെ അകത്ത് നിൽക്കണടുത്തോളം ഓരോരുത്തൊന്നും ഓരോ കുന്നാണ് നാളെ തൊട്ട് ലൈവിൽ അവരാധിക്കാൻ തുടങ്ങും. വെറുതെ എന്തിനാണ് അവരാധിക്കാൻ വേണ്ടിട്ട് ഇവന്റെ പേര് എല്ലായിടത്തും ഇട്ട് കൊടുക്കുന്നത്? അവൻ പുറത്തായി, ആ കാര്യം കഴിഞ്ഞു. ഇനി ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ, ഇത് പുറത്ത് വിട്ടവന്മാരില്ല, ആ കുന്നാള് ബാക്കി സാധനങ്ങൾ പുറത്തിട്ടുക. ഈ സാധനങ്ങൾ പുറത്തിട്ടിട്ട് തെളിയിക്കട്ടെ. ഫാൽക്കൺ തന്നെ അത് ചെയ്തിട്ടുള്ള പിന്നെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ. അതെ, ഈ കണ്ടവന്റെ ഇവന്റെ ഒന്നും സ്ക്രീൻഷോട്ടോ ഇത് മൈരൊന്നും കണ്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മെമ്പറിനെ അടുത്ത് കളയുന്ന ഇത് നാളെ അടുത്തവന്റെയും വരും. ഇത് വേറെ ഒരു സാധനം ഓരോ ചാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇതാക്കിയിട്ട് അതിന്റെ ഡിസിഷൻ എടുക്കണം. ഞാൻ ഇപ്പോഴും പറയാം, ഇതാക്കല്ല, ഫാൽക്കൺ ഗിൽറ്റി ആണെങ്കിൽ അൺടിൽ ഹീസ് ഗിൽറ്റി, അതായത് ഓൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുന്നവരെ ഓൻ കുറ്റവാളിയല്ല, മനസ്സിലാവും? ഓൻ കുറ്റവാളി ആവുന്നത് ഓൻ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് മൊത്തത്തിൽ അത് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ്. അല്ലാതെ ഇത് ആരോ വന്നു ആരോ എന്തോ ചെയ്തു ആരോ പറഞ്ഞു എന്ന് വിചാരിച്ച് നമുക്കൊരാളെ ഇതാക്കുന്നതിൽ ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. ഇതില് മൊത്തം MRCയിൽ നമ്മൾ 35 പേരെ എടുത്തിട്ടുണ്ട്. കുറച്ചുപേര് ബെഞ്ചിൽ ഇരിപ്പുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാളെ ഈ 35 പേരില് എല്ലാവരും കുറച്ച് ഇത് കണക്ക് ഇതില് പല ആൾക്കാരും പല പല ഗ്യാങ്ങിലും കാര്യത്തിലൊക്കെ കളിച്ച ആൾക്കാരാണ്, മനസ്സിലായ? അപ്പൊ എല്ലാരും കുറച്ച് നാളെ ഓരോ സ്ക്രീൻഷോട്ട് വീതം നീയൊക്കെ ഇങ്ങനെ പടച്ചു വിട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാരെയും നമ്മൾ നോക്കേണ്ടി വരും. ഇതൊക്കെ ഇവിടെ MRC കയറിയിട്ട് ചെയ്തതല്ല, ഇത് പണ്ടത്തെ കാര്യമാണ്. പക്ഷെ തെറ്റ് ചെയ്തതാണ്, അത് വലിച്ചോണ്ടിരി മനസ്സിലായ? ആ തെറ്റ് ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തോന്ന്, ഇത് ഫാൽക്കൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നവന്മാരടുത്ത് പറ. ഞാൻ ഒരു മിനിറ്റ് താമ്പോ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഞാൻ ചാറ്റ് പറയുന്നത്, ഇതിനകത്ത് ഡിസിഷൻ, അതായത് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു, അലിഗേഷനെതിരായിട്ടുള്ള ഡിസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ MRC സൈഡിൽ നിന്നുള്ള ഡിസിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ബാക്കി ഇനി എങ്ങനെയാന്ന് വെച്ചാൽ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് അത് ആ വരുന്ന പോലെ എന്താണോ കാര്യങ്ങൾ അതിന് അക്കോർഡിംഗ്ലി ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതെല്ലാവരും ഇത് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകം മാനേജ്മെന്റ് സൈഡ് അടക്കം സംസാരിച്ച്, അതായത് ഞാനോ ഷെയ്ക്കോ മാത്രം അല്ലെങ്കിൽ ഷമീറോ മാത്രം എടുത്ത ഡിസിഷൻ അല്ലത്. മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അശ്വിൻ ചേട്ടൻ അടക്കമുള്ളവർ വന്ന് സംസാരിച്ചതിന്റെ പേരിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ചിരുത്തിയിട്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് എടുത്ത ഡിസിഷനാണിത്. അല്ലാതെ ഇത് 1, 2, 3 പേര് തോന്നിയ എടുത്ത ഡിസിഷൻ അല്ലാതെ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ ഡിസിഷന് ഈ ഡിസിഷൻ ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിനൊരു ഡിസിഷൻ ഇപ്പം ആദ്യമേ എടുക്കാനില്ല തുടക്കത്തിൽ. ബട്ട് ആരെയും നമ്മൾ ഒരു പാർട്ട് ഓഫ് സാധനം കണ്ടിട്ട് നമ്മളൊന്നും ചെയ്യാനുള്ള, ബട്ട് ഈ ഡിസിഷൻ എടുത്തു. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ബാക്കി ഇനിയും മുമ്പോട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ഉള്ളൊരു റിമൂവൽ ടൈമിൽ പോലും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഇപ്പൊ എല്ലാവർക്കും സാധാരണ ഒരാളുടെ മറ്റേ ഒരു അലിഗേഷൻ വന്നു കഴിയുമ്പോൾ അത് പ്രൂവ് ചെയ്യാനുള്ള ഇത് കൊടുക്കുമല്ലോ നമ്മൾ. പക്ഷെ ഇതൊരു അത്രയ്ക്കും ഇത് നമുക്ക് ഒട്ടും ഇങ്ങനത്തെ ഒരു കാര്യമാകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ആളിനോട് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ ആകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഡിസിഷൻ എടുത്തത്. അങ്ങനെ ഒരു ഡിസ്റെസ്പെക്ട് നമ്മൾ ചെയ്യില്ല ഒരിക്കലും. സോ ഇനി മുമ്പോട്ട് എന്താണോ അവിടെ ഫാൽക്കണിന്റെ ഭാഗം തെളിയിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ. അവരെന്തൊക്കെയോ ഇടുമെന്ന് പറയുന്നുണ്ട് 2 ദിവസത്തിനുള്ളിൽ. അവരിട്ടത് ബാക്കി കാണിക്കട്ടെ, എന്താ സംഭവം നോക്കാം. ഇതിപ്പോ എന്തായാലും ഈ ഒരു കാര്യത്തിൽ MRCയുടെ ഡിസിഷൻ എന്തായാലും ആൾക്കാർക്ക് അറിയണമായിരുന്നു. അതിന്റെ ഒരു എക്സ്പ്ലനേഷനും പറഞ്ഞു നമ്മൾ എന്തുകൊണ്ടാണ്, അല്ലാതെ ഒരു എന്താ പറയണ്ടേ പെട്ടെന്ന് ചാടിക്കേറി ഒരാളോ 2 ആളോ അടുത്ത ഡിസിഷൻ അല്ല എന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് പിന്നെ സംസാരിച്ചത്. ബാക്കി കണ്ടിന്യൂ ചെയ്തു. ഇല്ല, ഈ പറഞ്ഞ പോലെ ഇവിടെ മാരിന്ന് വയ്ക്കുന്നുണ്ട്. മാരിയുടെ കേസ് ആ സമയത്ത് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്തായിരുന്നു. അത് വീണ്ടും ആ പേര് കൊണ്ടുവന്നു. ഷമീർ ഒരു മിനിറ്റ്, ഫാൽക്ക
മനസ്സിലായി. പക്ഷെ ആ സമയത്ത് നീ ഏത് ഗ്യാങ്ങിലാണ് കളിച്ചോണ്ടിരുന്നെ? രാജീവ് അതിന് ഇത് എപ്പോ ഇട്ടതാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അത് തന്നെ ഞാൻ പല ലീനയുടെ കേസ് തുടങ്ങിയ സമയത്ത് മറ്റേ ഇത് അലീനയുടെ കേസ് എന്തായിരുന്നു? നമ്മളെ ഇവൻ സ്വാങ്കിന്റെ സീൻ നടന്ന ഓർമ്മയുണ്ടല്ലോ. ഉണ്ടോ ഫ്രാങ്കിന്റെ സീൻ നോക്കുന്നുണ്ട്. ആ സമയത്തുള്ള കേസ് തന്നെയാണ് വീണ്ടും വന്ന് ഇത് അവിടത്തെ ഇഷ്യൂ വരേണ്ട. അല്ലാതെ ലീനയുടെ കേസ് നീ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സമയത്തുള്ള ഇത് തന്നെയായിരിക്കും കോൺവെർസേഷൻ ഉറപ്പായിട്ടും. അത് നീയാണ് പക്ഷേ രാജീവ് ഞാൻ അങ്ങനെ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് നീ അത് ഗ്യാങ് കളിച്ചോണ്ടിരുന്ന KV. അപ്പൊ ഞാൻ കുറെ നേരം ടെക്സസി മാത്രം കിടന്നോണ്ട് കുറെ പേര് ഞാൻ പറയുന്നുണ്ട് ടെക്സസി പറഞ്ഞ കാര്യമില്ല. ടെക്സസ് ആ സമയത്ത് KV കളിച്ചോണ്ടിരുന്ന പ്ലെയർ ആയിരുന്നു, ടെക്സസ് അല്ല. അതുകൊണ്ട് അപ്പൊ ആ ഗ്രൂപ്പും ഉണ്ട് അവന്റെ കയ്യില്. എന്റെ ഗ്രൂപ്പ് ഞാൻ എല്ലാം നോക്കിയത് നമ്മളെ ഗ്രൂപ്പ് എന്തായാലും ഇങ്ങനത്തെ ഒരു സംസാരം നടന്നിട്ടില്ല. പിന്നെ KVയുടെ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ നമുക്ക് ചാറ്റൊക്കെ നോക്കാൻ പറ്റും. ഇല്ലെന്നുള്ള ഗ്രൂപ്പിന് പഴയ ചാറ്റൊക്കെ എനിക്ക് നോക്കാൻ പറ്റും. നീ നോക്കിയോ? ഇല്ല, ഇതുവരെ ഞാൻ തപ്പിയിട്ടില്ല. നീ തപ്പണ്ട, നീ എല്ലാം കഴിഞ്ഞിട്ട് നീ കിടന്നുറങ്ങുക, അതായിരിക്കും നിനക്ക് നല്ലത്. എനിക്ക് 35 മെമ്പേഴ്സോ? അപ്പൊ ഷെയ്ക്കിനൊന്നും പറയാനില്ലേ? ഷെയ്ക്ക് പോയോ? വിസിയില്ല. അല്ല എനിക്ക് ഈ തീരുമാനത്തിനോട് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതിലൊരു തെളിവ് വരാത്തത്തോളം കാലം, ഇത് ഉറപ്പ് വരാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ ഒരാളെ എടുത്ത് പുറത്താക്കുന്നതെന്ന് പറയുന്നത് ഓക്കെ. നമുക്ക് അശ്വിൻ ചേട്ടനിലായിട്ട് ഹ്യൂജ് റെസ്പെക്ട് ഉണ്ട്. മൂപ്പരെ വാക്ക് നമ്മൾ കേൾക്കണം. ശരിയാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഇതിലൊരു തെളിവ് വരാതെ ഇത് ഇതാക്കിയത് എനിക്കൊരു അത്ര നല്ല ഡിസിഷൻ ആയിട്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞ 2 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. ഇത് ആരാണോ ഇട്ടത് അവന്മാർക്ക് 2 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. അവന്മാര് ബാക്കി നമ്മളിപ്പോ താൽക്കാലികമായിട്ട് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ ആർക്കായാലും വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിന്റെ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പറയണ ഇതിന്റെ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട ആരാണോ അവര് പുറത്ത് വിട്ടോ. കാരണം ഇതിന്റെ പേരിൽ ഇനി പകുതി ഇങ്ങനെ ആക്കി പകുതി ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഇവ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ, അവന്റെ മൈൻഡിലുണ്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നുള്ള സാധനം മാത്രം എടുത്ത ഡിസിഷനാണ്. ഇവന് തന്നെ ഉറപ്പില്ല, ഫാൽക്കന് തന്നെ ഉറപ്പില്ല. അവൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴവൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ഈ ഡിസിഷൻ എടുക്കൂലായിരുന്നു. അതെ ഇവ ഉറപ്പിച്ച് പറയായിരുന്നു. നമ്മൾ MRCയില് നമ്മൾ ഇവനെ വിളിച്ച് ചോദിച്ചപ്പോ ഇവ ഉറപ്പിച്ച് പറയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട് എന്നൊരു സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ ആരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കൂലായിരുന്നു. നമ്മൾ അവന്റെ കൂടെ നിന്നിട്ട് ഇത് ഫേക്കാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ഇത് നമ്മൾ നിൽക്കുള്ളായിരുന്നു, പുറത്താക്കൂലായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പില്ല, അവന് ഉറപ്പില്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്ക് ഉറപ്പില്ല, ഇത് 5 വർഷമായിട്ട് കളിക്കണേന് എനിക്ക് ഉറപ്പില്ല. ഞാൻ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല, ഏതെങ്കിലും സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കുള്ള ബൈ ചാൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് പുറത്താക്കിയിട്ട് ഇത് ഇട്ട തന്തയില്ലാത്ത മുണ്ടച്ചി മോന്റെ അടുത്ത് ഞാൻ പറയണത് 2 ദിവസം സമയമുണ്ട്, നിനക്ക് ബാക്കിയും കൂടെ ഇതിൻ്റെ പുറത്തിട്ടോ. 2 ദിവസത്തെ സമയം പോലും നിനക്ക് വേണ്ട, ഇന്ന് തന്നെ നീ ഇട്ടോ, ഇപ്പം തന്നെ നീ ഇട്ടോ. നമ്മള് എന്തായാലും ഓൾറെഡി ഇത് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടോ, അവനെ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ അതിന്റെ സാധനം എന്താന്ന് വെച്ചാൽ നീ അത് കൂടെ പുറത്ത് വിട്ടോ. അതെ അത് ഗ്രൂപ്പിലാണ് സംസാരിച്ച, ആ ഗ്രൂപ്പിന്റെ പേര് നീ ധൈര്യമായിട്ട്. അതെ, നീ മൊത്തം മനസ്സിലായി ഇടണമെന്നുണ്ടെങ്കിൽ നീ അത് മൊത്തത്തിൽ ഇടണം. ആ ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലാണോ സംസാരിച്ചത് അതുൾപ്പെടെ മൊത്തത്തിൽ ഇടണം, മനസ്സിലായ? അതും ഇനി വെച്ച് തിരിച്ച് വേറെ ഇതൊന്നും ആക്കാമോ പൊന്നുമോ കഷ്ടപ്പെടണം, മനസ്സിലായ? നിനക്ക് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിന് ആ സമയത്ത് ഉണ്ടായിരുന്ന മെമ്പേഴ്സ് നമ്പറാ എന്തെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നീ നിനക്ക് ഇടാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ നീ നമുക്ക് ആർക്കെങ്കിലും അയച്ചുക, മനസ്സിലായ? ആ സമയത്ത് ഇത് ഇട്ട സമയത്ത് അവനൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. കൂടെ നിന്ന് എരിവും കയറ്റി കൊടുത്തും ചെയ്തു കൊടുത്തിട്ട് ഇപ്പം വന്നിട്ട് പ്രശ്നം പോലെ MRC വന്നപ്പോഴത്തേക്ക് ഇവന്മാർക്കൊക്കെ പ്രശ്നം പൊട്ടിമുളച്ച്. കുണ്ടകളും കൂടി ഒരുമിച്ചിരുന്ന് ഊമ്പിക്കും, മനസ്സിലായോ? അങ്ങനെയാണത്. ഇപ്പൊ എല്ലാവർക്കും ഒന്നാവാ. ഇപ്പൊ അച്ഛനും മോനും വന്നവനും പോയവനും നിന്ന എല്ലാം ഒന്ന്, മനസ്സിലായ? നമുക്ക്